ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. തമ്പുരുമോളുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആയിരുന്നു നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണ് അവളുടെ പിറന്നാൾ. അപ്പോൾ അവളെയും കൊണ്ട് അമ്പലത്തിലോട്ട് തൊഴാനായിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവളായിട്ട് തൊഴുതിട്ട് വീട്ടിലോട്ട് പോവാണ്. സദ്യക്കുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. കാളൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അവിയൽ, സാമ്പാർ, ഉപ്പേരി, പായസം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അമ്പലത്തിലോട്ട് പോയത്. അപ്പോൾ അമ്മയും എല്ലാ പണിയും ചെയ്ത് വെച്ചിട്ടാണ് സ്കൂളിലോട്ട് പോയത്. ഇനി പപ്പടം വറുക്കാനും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അമ്പലത്തിൽ പോയി വന്നിട്ട് പപ്പടം വറുത്തു. അങ്ങനെ പപ്പടം വറുക്കലൊക്കെ കഴിഞ്ഞു. ഇനി സദ്യ കഴിക്കാനുള്ള വാഴയില വെട്ടാനായിട്ട് ഞാനും ജിതേട്ടനും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. തമ്പുരുമോള് നല്ല ഉറക്കമാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന 2-3 വാഴയൊക്കെ ഞങ്ങളുടെയാണ്, ബാക്കി ആ പറമ്പിൻ്റെ ഉടമസ്ഥരെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇലയൊക്കെ വെട്ടുകയാണ്. കാണുന്ന ഇലകളൊക്കെ ഒരുവിധം കീറിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നല്ല ഇലകളൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ വേറെ ആരും വിരുന്നുകാരൊന്നും ഇല്ല, അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് അവർ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് തമ്പുരുമോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ചുന്തിരി കുട്ടിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാശിയൊന്നും ഇല്ല, എണീറ്റപ്പോൾ സമാധാനമുണ്ട്. അല്ലെങ്കിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു വാശിയൊക്കെ ഉണ്ടാവും. അപ്പോഴേക്കും അച്ഛനമ്മയൊക്കെ വന്നു. അമ്മ അതാ തമ്പുരുമോളായിട്ട് കളിക്കുകയാണ് കേട്ടോ. അവൾ വേഗം ചാടി അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്കും അവരായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഏടത്തി ഞാനും കൂടെ ഇലയൊക്കെ ഇട്ട് വിഭവങ്ങളൊക്കെ കൊണ്ടുവച്ച് തമ്പുരുമോൾക്ക് ചോറ് കൊടുക്കാനായിട്ട് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇത് വിളക്കൊക്കെ കത്തിച്ചു, ഇലയിട്ട് അരിയും പൂവും തുളസിയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അവൾക്ക് ഓരോന്നായിട്ട് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ഇലയിലോട്ട് പായസം വിളമ്പി, പിന്നെ കുറച്ച് ഉപ്പ് വെച്ചു, പിന്നെ അതുപോലെ തന്നെ അവിയൽ, ഉപ്പേരി, കാളൻ, അച്ചാർ എല്ലാതും അവൾക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ട്. അവൾ കഴിക്കുകയൊന്നുമില്ല, പക്ഷെ നമ്മൾ പിറന്നാൾ സദ്യയല്ലേ, അപ്പോൾ അവൾക്ക് എല്ലാ വിഭവങ്ങളും വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് വിഭവങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് അവൾക്ക് കുറച്ച് ചോറിട്ട് കൊടുത്തു. പിന്നെ എല്ലാം വിളമ്പണ്ടേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സാമ്പാർ ഒഴിച്ചു. സാമ്പാറെന്ന് പറയില്ല, ഒരു ഉരുളൻകിഴങ്ങിൻ്റെ കഷ്ണം മാത്രം ഇട്ട് കൊടുത്തു. എന്നിട്ട് അവൾക്ക് ചോറ് കൊടുക്കാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ അമ്മേനെ ഞാൻ വിളിച്ചു. അപ്പോൾ എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള ഇലയൊക്കെ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ വേഗം ഊണൊക്കെ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് മോളുടെ ജാതകം വായിക്കലാണ്. 90 ഞങ്ങൾ ജാതകം വായിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ തമ്പുരുമോളെ ഇരുത്തി. അപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കില്ല, അപ്പോൾ ഞാനും കൂടെ വാരി കൊടുക്കണം. തൊട്ടപ്പുറത്ത് പാറുവിനെ ഇരുത്തി. അപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ പണിക്കർ വന്നു കഴിഞ്ഞാൽ ജാതകം വായിക്കലാണ്. അപ്പോൾ മുന്നേ അങ്ങോട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.